ഈ സ്റ്റിക്കർ വെച്ചതിന് ഞാൻ ചീത്ത പറഞ്ഞതാ. അതവിടെ ഇരുന്നോട്ടെ എന്നായിരുന്നു അർജുൻ അന്ന് പറഞ്ഞത്. അതുള്ളത് കൊണ്ടാണ് വണ്ടി തിരിച്ചറിഞ്ഞത്. ഇനി ഞാൻ വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ചീത്ത പറയില്ല. വാക്കുകൾ പൂർത്തിയാക്കുമ്പോൾ ലോറിയുടമ മനാഫിന്റെ കണ്ണുകൾ നിറഞ്ഞു. പലതവണ ഈശ്വർ മാൽപ്പയും നാവികസേനയും അടക്കം പുഴയിൽ മുങ്ങി പരിശോധിച്ചപ്പോൾ ലോറി ലഭിച്ച സ്ഥലത്തിന് സമീപത്തുകൂടെ പോയിരുന്നുവെന്നും മനാഫ് പറയുന്നുണ്ട്. അവരുടെ എന്നും കണ്ണിൽ പെടാതിരുന്ന വണ്ടി ഡ്രഡ്ജിംഗ് കമ്പനിയുടെ സംഘത്തിലെ സ്കൂബ ഡൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് താൻ എതിർത്തിട്ടും വണ്ടിയിൽ പതിപ്പിച്ച സ്ട്രോങ് എന്ന ഇംഗ്ലീഷിൽ എഴുതിയ സ്റ്റിക്കർ മൂലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വണ്ടിയുടെ ടയറും ഈ ഒരു സ്റ്റിക്കറും മാത്രമായിരുന്നു മണ്ണിന് മുകളിലുണ്ടായിരുന്നത്. ഈ ലോറി ഇവിടെ വെക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു മനുഷ്യജീവന് എന്ത് വിലയുണ്ട് എന്നതിന്റെ പ്രതീകമാണ്. ഒരു ഡ്രൈവറിന് വേണ്ടിയാണോ ഇത് എന്നാണ് അവർ ചോദിച്ചത്. ഞാൻ ചില ആളുകളെ അളക്കാൻ ഒരു അളവുകോൽ വെച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ അവരെക്കാൾ എത്രയോ മുകളിലാണെന്ന് സമാധാനിക്കും. പണത്തെക്കാൾ വലുത് പലതുമുണ്ടെന്ന് മനാഫ് പറഞ്ഞു. അർജുൻ എങ്ങനെ കൊണ്ടു നടന്നതാണെന്ന് അറിയാമോ? മുതലാളിമാരെ പോലും അതിനുള്ളിൽ കയറാൻ അവൻ അനുവദിച്ചിട്ടില്ല. ചെരുപ്പിൽ ചെളിയുണ്ടെങ്കിൽ കയറാൻ സമ്മതിക്കില്ല. അങ്ങനെ പല നിബന്ധനകളുള്ള മനുഷ്യനാണ്. അവർക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ ജീവനാ. സ്റ്റിക്കർ വെച്ചതിന് ഞാൻ ചീത്ത പറഞ്ഞതാ. സ്ട്രോങ് എന്ന് എഴുതിയ ആ സ്റ്റിക്കർ മാത്രമാണ് ലോറിയെ തിരിച്ചറിയാൻ ഉണ്ടായിരുന്നത്. ടയറും ഈ സ്റ്റിക്കറും മാത്രമായിരുന്നു മണ്ണിന് മുകളിലുണ്ടായിരുന്നത്. സ്കൂബ ഡൈവർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ സ്ട്രോങ് എന്ന സ്റ്റിക്കറാണ്. അങ്ങനെയാണ് വണ്ടി കണ്ടുപിടിച്ചത്. ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ അതവിടെ നിന്നോട്ടെ എന്നായിരുന്നു അർജുൻ പറഞ്ഞത്. അതുള്ളത് കൊണ്ടാണ് വണ്ടി തിരിച്ചറിഞ്ഞത്. ഈ വണ്ടി നിന്ന ഭാഗത്തുകൂടി പലതവണ നാവികസേനയും ഈശ്വർ മാൽപ്പയും അടക്കം ദൗത്യ സംഘത്തിലെ പല ആളുകളും പോയിരുന്നു. പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്തോ ഭാഗ്യത്തിന് സ്കൂബ ഡൈവേഴ്സിന്റെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഈ സ്റ്റിക്കർ കണ്ടു. അതാണ് അതിന്റെ വഴിത്തിരിവ്. ഇനി ഞാൻ വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ വഴക്ക് പറയില്ല എന്ന് മനാഫ് ശബ്ദമിടറി പറഞ്ഞു.